എന്റെ മക്കളെ പണി കിട്ടാന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് പണി. ഇതിപ്പോ രാത്രി 1 മണിക്ക് ചെയ്യുന്ന ഒരു വർക്കാണ്. ഇതിനെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗിഫ്റ്റ് ബോക്സിലേക്കുള്ള പർച്ചേസിങ്ങും ഇത് സെറ്റ് ചെയ്യുന്നതും കൊടുത്തുവിടുന്നതും ഒക്കെ ഒറ്റ രാത്രി കൊണ്ട് നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ നമ്മളെ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് കേട്ടാ ഈ ഒരു ഹാമ്പറിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഫിൽ ആവാതിരിക്കുന്നുണ്ട്. നട്ടപ്പാതിരാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും കിട്ടൂല എന്നതിലേനും ഒരു വിഷമം. ആ ഒരു വിഷമം കണ്ടിട്ടാൻ തോന്നുന്നു കൊടുത്തുവിട്ട ഹാമ്പർ ഇതാ ചടേന്ന് മുണ്ട് തിരിച്ചു വരുന്നത്. രാത്രി 10 മണി, പിറ്റേ ദിവസം രാത്രി 10 മണിയായപ്പം സാധനം എന്റെ കയ്യിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല, നേരിട്ട് ഇത് കൊണ്ടുപോയി കൊടുക്കലേ വഴിയില്ല. ഇതിൽ ആകെ ഉണ്ടായ ഒരു ലാഭം എന്ന് പറയുന്നത് കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റി. പിന്നെ ഇതില് ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി ഒന്ന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരിട്ട് കൊണ്ടുപോയി നാട്ടിലെത്തിച്ച് കൊടുക്കാണ്ട് ചെയ്തിട്ടുണ്ടായ 200 രൂപയുടെ ലാഭത്തിന് വേണ്ടിയിട്ട് 500 രൂപ എണ്ണ അടിച്ചതായിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ്. ഇപ്പൊ കസ്റ്റമറെ മിസ്റ്റേക്ക് അല്ലാതാനും എന്റെ മിസ്റ്റേക്ക് ആണെന്ന് പൂർണ്ണമായിട്ട് അങ്ങനെ പറയാനും പറ്റൂല. എന്തെന്നെ ആയാലും ഡെലിവറി ചാർജ് വാങ്ങുന്നത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ നഷ്ടം നമുക്കങ്ങ് സഹിക്കാം.